ദുബായിൽ ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് തൊഴിലവസരം. അൽ ഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫസ്റ്റ് ഫ്ലോർ, AVH കോംപ്ലക്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. ശക്തമായ കാറ്റിലും മഴയിലും സംസ്ഥാനത്ത് 21 വീടുകൾ പൂർണ്ണമായും 586 വീടുകൾ ഭാഗികമായും തകർന്നെന്ന് മന്ത്രി കെ രാജൻ. പ്രതിസന്ധികൾ നേരിടുന്നവരെ മാറ്റിപ്പാർപ്പിക്കാനായി 4000-ഓളം ക്യാമ്പുകൾ സജ്ജം. നിലവിൽ ഡാമുകളിൽ എവിടെയും പ്രശ്നങ്ങളില്ലെന്നും രാത്രികാലങ്ങളിൽ ഡാമുകൾ തുറക്കില്ലെന്നും മന്ത്രി. കാലവർഷം ശക്തമായതോടെ ഷൊർണൂർ കുളപ്പുള്ളി പാത വീണ്ടും തകർച്ചയിലേക്ക്. മഴ പെയ്താൽ റോഡിലെ ടാർ കുത്തിയൊലിച്ചു പോകുന്ന അവസ്ഥയാണെന്നും നാട്ടുകാർ. ഇരുചക്ര വാഹനക്കാർക്ക് ഭീഷണിയായി റോഡിലെ വലിയ ഗർത്തങ്ങൾ. തൃശൂർ ഷൊർണൂർ പാതയിൽ ചെറുതുരുത്തിയിൽ രൂപപ്പെട്ട ഗർത്തത്തിൽ മൗനം പാലിച്ച് അധികൃതർ. തുടരുന്ന കാലവർഷക്കെടുതി. കോട്ടായിയിൽ കിടപ്പ് രോഗിയുടെ ഓടിട്ട വീട് തകർന്നു. അണ്ടത്തുകാട് റോഡിന്റെ ബണ്ട് തകർന്ന് റോഡിന്റെ വശം ഒലിച്ചുപോയി. ഒറ്റപ്പാലം മനശ്ശേരിയിൽ വൻ പുളിമരം കടപുഴകി വീണു. ദമ്പതികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പറളി പതിപ്പാലം വെള്ളത്തിൽ മുങ്ങി. പാലത്തിലൂടെയുള്ള യാത്ര നിരോധിച്ചതോടെ പ്രതിസന്ധിയിലായി നാട്ടുകാർ. ഇരുകരമുട്ടി ഭാരതപ്പുഴ, ജാഗ്രത വേണമെന്ന് അധികൃതർ. വാർത്തകൾ വിശദമായി. ശക്തമായ കാറ്റിലും മഴയിലും സംസ്ഥാനത്ത് 21 വീടുകൾ പൂർണ്ണമായും 586 വീടുകൾ ഭാഗികമായും തകർന്നെന്ന് പ്രാഥമിക കണക്കെന്ന് മന്ത്രി കെ രാജൻ. പ്രതിസന്ധികൾ നേരിടുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനായി 4000-ഓളം ക്യാമ്പുകൾ സജ്ജമായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഡാമുകളിൽ നിലവിൽ എവിടെയും അപകടമില്ലെന്നും രാത്രികാലങ്ങളിൽ ഡാം തുറക്കില്ലെന്നും മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മലയോര മേഖലയിൽ രാവിലെ 8 മണിവരെ ശരാശരി 500 mm മഴ ലഭിച്ചിട്ടുണ്ട്. മണ്ണ് കുതിരുന്നതോടെ 29, 30 തീയതികളിൽ മഴയും കാറ്റും കൂടും. ഈ ദിവസങ്ങളിൽ പ്രത്യേക ജാഗ്രത പുലർത്തണം. കനത്ത മഴയ്ക്കൊപ്പം കനത്ത കാറ്റും. മലയോര മേഖലയിലുള്ള രാത്രിയാത്രയിൽ ജാഗ്രത പുലർത്തണം. ഇതുവരെ 33 കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞു. 29 കൊല്ലത്താണ്. കണ്ടെയ്നർ തകർന്ന ചില ഭാഗങ്ങൾ പുറത്തുവരുന്ന സാഹചര്യമുണ്ട്. തീരദേശ മേഖലയിൽ പ്രത്യേക ജാഗ്രത വേണം. കണ്ടെയ്നറുകൾ കണ്ടെത്തിയാൽ 200 മീറ്ററെങ്കിലും അകലം പാലിക്കണം. ഇന്നുകൂടി കണ്ടെയ്നറുകൾ തീരത്തടിയും എന്ന് കോസ്റ്റ് ഗാർഡ് പറഞ്ഞിട്ടുണ്ട്. കപ്പൽ പൊന്തിച്ചെടുക്കാൻ സാൽവേജ് കമ്പനി എത്തിയിട്ടുണ്ട്. കപ്പൽ പൂർണ്ണമായും പുറത്തെടുക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കുന്നു. നേവിയുടെ സൈഡ് സ്കാനിംഗ് സോളാർ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരള തീരത്തിൽ ഇതുവരെ എണ്ണ കണ്ടെത്തിയിട്ടില്ല. മധ്യഭാഗത്തു കൂടിയാണ് എണ്ണ ഒഴുകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പൊഴികളിലും അഴികളിലും ഓയിൽ ബൂം സ്ഥാപിച്ച് ഓയിൽ തീരത്തേക്ക് വരുന്നത് തടയാനാണ് ശ്രമിക്കുന്നത്. വെരിലോ സൾഫർ ഓയിൽ പുഴകളിലേക്ക് വരാതിരിക്കാൻ അറക്കപ്പൊടി നിറച്ച ചാക്കും സ്ഥാപിക്കും. ഇത്തവണ വർണബിൾ ലൊക്കേഷൻ കൂടി എടുക്കുന്നുണ്ട്. 4000-ഓളം ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു, ഇത്തവണത്തെ മൺസൂൺ കാറ്റ് 3 ദിവസമായിട്ടേ ഉള്ളൂ ആരംഭിച്ചതെങ്കിലും വളരെ ശക്തിയോടെയാണ് പോകുന്നത്. അപ്പോൾ അത് 29, 30 തീയതികളിൽ പ്രത്യേകമായിട്ട് നമ്മൾ കാണണം. കാറ്റും മഴയും ഒരേ സമയം കൂടുതലാകുന്ന ദിവസങ്ങളായിട്ടാണ് കാണുന്നത്. KSEB എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നഷ്ടത്തിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് 29, 30 തീയതികളിൽ ആൻറ്റിസിപ്പേറ്റഡ് ഇവോക്കേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ ആവശ്യമായാൽ നമുക്ക് ചെയ്യേണ്ടി വരും. ഇന്ന് ഉച്ചയോടുകൂടി അടുത്ത ദിവസത്തെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അടുത്ത ദിവസത്തെ പ്രവചനങ്ങൾ കൂടി ലഭ്യമാകും. IMD മാത്രമല്ല നമ്മൾ ആശ്രയിക്കുന്നത്, GFS-ഉം IBM വെതറും ഒക്കെ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്ത് തന്നെ കിട്ടാവുന്ന എല്ലാ ഏജൻസികളെയും അവരുടെ പ്രവചനങ്ങളെയും ഈ കാര്യത്തിൽ അനുനിമിഷം പരിശോധിച്ചുകൊണ്ടിരിക്കും. സംസ്ഥാനത്ത് നിലവിൽ 16 ക്യാമ്പിൽ 467 ആളുകളുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് വൈദ്യുതി വകുപ്പിനാണ്. 29, 30 തീയതികളിൽ കാറ്റും മഴയും ശക്തമായേക്കും. ഡാമുകളിൽ നിലവിൽ എവിടെയും അപകടമില്ല. രാത്രികാലങ്ങളിൽ ഒരു സാഹചര്യത്തിലും ഡാം തുറക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ ഷൊർണൂർ കുളപ്പുള്ളി റോഡ് വീണ്ടും തകർച്ചയിലേക്ക്. മഴ പെയ്താൽ റോഡിലെ ടാർ കുത്തിയൊലിച്ചു പോകുന്ന രീതിയിലാണ്. റോഡിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതിനാൽ ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടാൻ സാധ്യതയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ ഷൊർണൂർ കുളപ്പുള്ളി റോഡ് വീണ്ടും തകർച്ചയിലേക്ക്. ഷൊർണൂർ ടൗൺ മുതൽ പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള പാതയിൽ ഷൊർണൂർ ടൗൺ, സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ, പൊതുവാൾ ജംഗ്ഷൻ മുതൽ കുളപ്പുള്ളി വരെയുള്ള പാതയിൽ കുളഞ്ചേരിക്കുളം ടെക്നിക്കൽ ഹൈസ്കൂളിന് മുന്നിലുമാണ് വലിയ രീതിയിലുള്ള ഗർത്തങ്ങൾ രൂപപ്പെട്ടത്. മഴ പെയ്താൽ റോഡിലെ ടാർ കുത്തിയൊലിച്ചു പോകുന്ന സ്ഥിതിയാണ്. പല ഭാഗങ്ങളിലും ഇതാണ് അവസ്ഥ. മഴ പെയ്തു ഗർത്തങ്ങളിൽ വെള്ളം നിറഞ്ഞാൽ റോഡിലെ കുഴികൾ കാണാതെ ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ അപകടത്തിൽപ്പെടാനും സാധ്യത കൂടുതലാണ്. ജൂൺ 2-ന് സ്കൂൾ തുറക്കാനിരിക്കെ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻഭാഗത്ത് രൂപപ്പെട്ട കുഴികളും ടെക്നിക്കൽ ഹൈസ്കൂളിന് മുൻഭാഗത്ത് രൂപപ്പെട്ട കുഴികളും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രികരെ പോലും ദുരിതത്തിലാക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഷൊർണൂർ കുളപ്പുള്ളി പാതയിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ട ഭാഗങ്ങളിൽ ഓട്ടയടയ്ക്കൽ തകൃതിയായി നടന്നെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ ചെറുതുരുത്തി സെന്ററിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു. നിരവധി വാഹനങ്ങൾ കുഴിയിൽപ്പെടുന്നത് നിത്യസംഭവമായിരിക്കുകയാണ്. അധികൃതർ മൗനത്തിലാണ്. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് മുകളിൽ നിന്ന് ഭാരതപ്പുഴ നിറഞ്ഞൊഴുകുന്നത് കാണാൻ നിരവധി ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പ്രായപരിധിയില്ലാതെ ആളുകൾ ഇവിടെ എത്തി ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതുകൂടാതെ ആഹാരത്തിനു വേണ്ടി ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ആളുകളും പല പ്രദേശത്തായുണ്ട്. ശക്തമായ കുത്തൊഴുക്കിനെ തുടർന്ന് പഴയ കൊച്ചിൻ പാലം ഇനിയും തകരുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട്. ഭാരതപ്പുഴ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നും എന്നാൽ അതിൽ അപകടം പതിയിരിക്കുന്നുണ്ടെന്നും ഇരുകരകളിലും വസിക്കുന്ന ആളുകളും കുട്ടികളും ഒരു കാരണവശാലും പുഴയിലേക്ക് ഇറങ്ങരുതേ എന്നും പരിസ്ഥിതി പ്രവർത്തകൻ ജമാൽ പറഞ്ഞു. കാലവർഷം മുൻപേണ് വന്നിരിക്കുന്നത്, ആയതുകൊണ്ട് ഭാരതപ്പുഴ നിറഞ്ഞൊഴുകി. അപ്പോൾ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഇനി പുഴയിലേക്കുള്ള ഒരു വിനോദം ഒഴിവാക്കിയിട്ട് കുട്ടികളെയൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ട കാര്യമാണ്. കാരണം ഞാൻ ദിവസം പുഴയുടെ ഈ ഓരങ്ങളിൽ വന്നിരിക്കുന്നതാണ്. എനിക്ക് അനുഭവങ്ങളുണ്ട് പുഴയെ പറ്റിയിട്ട്. പുഴ കാണാൻ സൗന്ദര്യമുണ്ട്, പക്ഷേ അപകടാവസ്ഥയുണ്ട്. കുട്ടികളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അപകടാവസ്ഥ മുന്നിൽ കാണുന്നതുകൊണ്ടാണ് മഴ വളരെ ഇടവറിയില്ലാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കാലവർഷത്തെ വളരെ കരുതലോട് കാണണമെന്ന് ഞാൻ പറയുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ശക്തമായ കാറ്റിലും മഴയിലും ഒറ്റപ്പാലം മനശ്ശേരിയിൽ വൻ പുളിമരം കടപുഴകി വീണു. 5 വൈദ്യുതി പോസ്റ്റുകൾ പൂർണ്ണമായും 2 എണ്ണം ഭാഗികമായും തകർന്നു. പോസ്റ്റിന്റെ ചുവട്ടിൽ നിന്നും ദമ്പതികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. സംഭവത്തെ തുടർന്ന് പ്രദേശത്തെ വൈദ്യുതിയും ഗതാഗതവും ഏറെ നേരം തടസ്സപ്പെട്ടു. മഴയും കൂടി ഉണ്ടായത് അപ്പോഴാണ് ഈ ഒരു ഇവിടുത്തെ വടിക്കീട്ടിൽ രാമദാസിൻ്റെ വീട്ടിലുള്ള ഒരു പുളി മറന്നു വീണത്. അങ്ങനെയാണ് ഇവിടെ ഒരു 6-7 പോസ്റ്റുകൾ, മാക്സിമം ഒരു 5 പോസ്റ്റുകൾ തന്നെ വീണിട്ടുണ്ട്. ഒരു 2 പോസ്റ്റുകൾ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട്. 6-7 പോസ്റ്റുകൾക്ക് നഷ്ടം വന്നിരിക്കുന്നു. ആ ടൈമിലൊരു സ്കൂട്ടിയിലൊരു ഭാര്യയും ഭർത്താവും കൂടി വന്ന് എങ്ങനെയാ അപകടത്തിൽ നിന്ന് ചെറുതായ നൂലരയ്ക്കാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. കോരിച്ചൊരിയുന്ന പേമാരിയിൽ കോട്ടായിൽ കിടപ്പ് രോഗിയായ ചേന്തംകാട്ടിൽ സീതാലക്ഷ്മിയുടെ ഓടിട്ട വീട് തകർന്നു വീണു. പാലിയേറ്റീവ് രോഗിയായ ഇവരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. കോട്ടായി അണ്ടത്തുകാട് റോഡിൻ്റെ ബണ്ട് തകർന്ന് റോഡിൻ്റെ വശം ഒലിച്ചുപോയി. പറളി പതിപ്പാലം വെള്ളം മൂടി. പാലം ഉയരം കൂട്ടി നിർമ്മിക്കുമെന്ന ഏറെ നാളത്തെ ആവശ്യം ഇന്നും ജലരേഖയായി തുടരുന്നു. അപകട സാഹചര്യമായതിനാൽ പാലത്തിലൂടെയുള്ള യാത്ര നിരോധിച്ചു. പ്രതിസന്ധിയിലായിരിക്കുകയാണ് നാട്ടുകാർ. ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയിൽ പറളി ഓടന്നൂർ പതിപ്പാലം വെള്ളത്തിനടിയിലായി. പറളി കോട്ടായി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പതിപ്പാലം വെള്ളം മൂടിയതോടെ നിരവധി യാത്രക്കാർ പ്രതിസന്ധിയിലായി. അപകട സാഹചര്യമായതിനാൽ പാലത്തിൽ കൂടി യാത്ര നിരോധിച്ച് പാലത്തിന്റെ ഇരുകരകളിലും വടം കെട്ടി തടഞ്ഞിട്ടുണ്ട്. മഴ കനത്താൽ പാലം വെള്ളത്തിൽ മുങ്ങുന്നത് പതിറ്റാണ്ടുകളായുള്ള അവസ്ഥയാണ്. പാലം ഉയരം കൂട്ടി നിർമ്മിക്കുമെന്ന വാഗ്ദാനത്തിനും ഇതേ കാലപ്പഴക്കമുണ്ട്. പുഴ കരകവിഞ്ഞാൽ പാലം മുങ്ങും. പാലം മുങ്ങിയാൽ ഗതാഗതം നിലയ്ക്കും. ഗതാഗതം നിലച്ചാൽ മുറവിളി ഉയരും. വെള്ളം ഇറങ്ങിയാൽ എല്ലാ ബഹളവും ഒതുങ്ങും. വീണ്ടും ബഹളം ഉയരണമെങ്കിൽ വീണ്ടും പാലം വെള്ളത്തിൽ മുങ്ങണം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിനു സമീപം ഇരുകരമുട്ടി കവിഞ്ഞൊഴുകുകയാണ് ഭാരതപ്പുഴ. ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. എന്നാൽ മുന്നറിയിപ്പുകൾ വകവയ്ക്കാതെ ഫോട്ടോ എടുക്കാനും മീൻ പിടിക്കാനും മറ്റും വൻ തിരക്കാണ് ഭാരതപ്പുഴയുടെ തീരത്ത്. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് മുകളിൽ നിന്ന് ഭാരതപ്പുഴ നിറഞ്ഞൊഴുകുന്നത് കാണാൻ നിരവധി ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പ്രായപരിധിയില്ലാതെ ആളുകൾ ഇവിടെ എത്തി ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതുകൂടാതെ ആഹാരത്തിനു വേണ്ടി ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ആളുകളും പല പ്രദേശത്തായുണ്ട്. ശക്തമായ കുത്തൊഴുക്കിനെ തുടർന്ന് പഴയ കൊച്ചിൻ പാലം ഇനിയും തകരുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട്. ഭാരതപ്പുഴ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നും എന്നാൽ അതിൽ അപകടം പതിയിരിക്കുന്നുണ്ടെന്നും ഇരുകരകളിലും വസിക്കുന്ന ആളുകളും കുട്ടികളും ഒരു കാരണവശാലും പുഴയിലേക്ക് ഇറങ്ങരുതേ എന്നും പരിസ്ഥിതി പ്രവർത്തകൻ ജമാൽ പറഞ്ഞു. കാലവർഷം മുൻപേണ് വന്നിരിക്കുന്നത്, ആയതുകൊണ്ട് ഭാരതപ്പുഴ നിറഞ്ഞൊഴുകി. അപ്പോൾ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഇനി പുഴയിലേക്കുള്ള ഒരു വിനോദം ഒഴിവാക്കിയിട്ട് കുട്ടികളെയൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ട കാര്യമാണ്. കാരണം ഞാൻ ദിവസം പുഴയുടെ ഈ ഓരങ്ങളിൽ വന്നിരിക്കുന്നതാണ്. എനിക്ക് അനുഭവങ്ങളുണ്ട് പുഴയെ പറ്റിയിട്ട്. പുഴ കാണാൻ സൗന്ദര്യമുണ്ട്, പക്ഷേ അപകടാവസ്ഥയുണ്ട്. കുട്ടികളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അപകടാവസ്ഥ മുന്നിൽ കാണുന്നതുകൊണ്ടാണ് മഴ വളരെ ഇടവറിയില്ലാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കാലവർഷത്തെ വളരെ കരുതലോട് കാണണമെന്ന് ഞാൻ പറയുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരളശ്ശേരി ഒടുവിൽ സ്മാരക വായനശാല സംസ്ഥാനത്തെ അറിയപ്പെടുന്ന കലാകേന്ദ്രമാക്കി മാറ്റാൻ ശ്രമം നടത്തിവരുന്നുണ്ടെന്ന് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി MLA. കേരളശ്ശേരിയിൽ സംഘടിപ്പിച്ച ഒടുവിൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഏതാണ്ട് 2002 എന്ന് പറഞ്ഞാൽ 4 നൂറ്റാണ്ടിന് മുമ്പ് നടന്ന ഒരു സാമൂഹ്യ
വിഷയങ്ങൾ പരാമർശിച്ച് ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് എമ്പുരാൻ സിനിമ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയത്. വലിയ സ്വീകാര്യതയുണ്ടായി, 200 കോടി ക്ലബിലേക്ക് കയറി. ഇതെല്ലാം നമുക്കറിയാം. ഒരു കമേഴ്സ്യൽ ഫിലിം എന്ന നിലയിൽ അത് വമ്പിച്ച വിജയമായിരുന്നു എന്നും അറിയാം. പക്ഷേ ഒരു സോഷ്യൽ മെസ്സേജസ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ ചിന്തിപ്പിക്കാനുള്ള, ജനങ്ങളെ ചിന്തിപ്പിച്ച് അവരുടെ മനസ്സിനെ മാറ്റാൻ കഴിയുള്ള, അല്ലെങ്കിൽ പുതിയ പ്രചോദനത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എപ്പോഴും സിനിമ എന്ന് പറയുന്നത്. അപ്പം ആ സിനിമ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വലിയ രൂപത്തിൽ ചർച്ചയായി എന്ന് മാത്രമല്ല, ആ സിനിമയുടെ കഥ, സിനിമയുടെ യഥാർത്ഥ ഡയറക്ടറും പ്രൊഡ്യൂസേഴ്സും. ഒടുവിൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് CR സജീവ് അധ്യക്ഷത വഹിച്ചു. ഫൗണ്ടേഷൻ സെക്രട്ടറി KE പത്മകുമാർ, ജോയിന്റ് സെക്രട്ടറി YN ജയഗോപാലൻ, സദനം ശ്യാമളൻ, മോഹൻദാസ് മുണ്ടഞ്ചേരി, ശൈലജാദേവി, ഗോപൻ എഴക്കാട്, P രാജഗോപാലൻ മാസ്റ്റർ, PC ജയരാജ് എന്നിവർ സംസാരിച്ചു. ഡാവിഞ്ചി ആർട്സ് വരച്ച മോക്ഷ എന്ന പേരിലുള്ള ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ഛായാചിത്രം ചടങ്ങിൽ പ്രശസ്ത സംവിധായകൻ ലാൽ ജോസ് അനാച്ഛാദനം ചെയ്തു. ഈ വർഷത്തെ കുഞ്ചൻ സ്മാരക അവാർഡ് ജേതാവും അധ്യാപികയുമായ ശൈലജാദേവി N, ബഹുമുഖ പ്രതിഭ ഗോപൻ എഴക്കാട്, സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാര അവാർഡ് ജേതാവ് മാസ്റ്റർ അമൃനേഷ്, നീന്തൽ പരിശീലനം വിജയകരമായി പൂർത്തീകരിച്ച മാസ്റ്റർ വിശാൽ P വിജയ്, അനൈ ശ്രീഹരി, കുമാരി സനയ സന്തോഷ്, മാസ്റ്റർ പാർത്ഥീവ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള പ്രവാസി സംഘം മണ്ണൂർ വില്ലേജ് സമ്മേളനം മണ്ണൂരിൽ സംഘടിപ്പിച്ചു. പെൻഷൻ വാങ്ങും മുൻപേ മരണപ്പെടുന്ന പ്രവാസികളുടെ അവകാശികൾക്ക് മുഴുവൻ പെൻഷൻ തുകയും അനുവദിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി MA നാസർ ഉദ്ഘാടനം ചെയ്തു. ഗൗരവമായിട്ടുള്ള കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ സമ്മേളന കാലയളവ്. ഇവിടെ പ്രവാസി എന്ന് പറയുമ്പോൾ സാർവദേശീയതയും ദേശീയതയും പ്രാദേശികവും എല്ലാം തന്നെ വിലയിരുത്തിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരു സംഘടനയാണ് പ്രവാസി സംഘം അല്ലെങ്കിൽ പ്രവാസികളുടെ സംഘടന എന്ന് പറയുന്നത്. കാരണം പ്രവാസികൾ എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഭാഗമല്ല. KS മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അബ്ദുൽ കലാം PA, വിജയൻ നഗരിപ്പുറം എന്നിവരെ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ ആദരിച്ചു. ഉന്നത വിജയം നേടിയ പ്രവാസികളുടെ മക്കളെയും ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ഏരിയ പ്രസിഡന്റ് P മുകുന്ദൻ, ജില്ലാ കമ്മിറ്റി അംഗം കമലം ലക്കിടി, രവീന്ദ്രൻ ചുനങ്ങാട്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി പത്മനാഭൻ, പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ എന്നിവർ സംസാരിച്ചു. പ്രശാന്ത് പണിക്കർ സ്വാഗതവും അജിത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കടമ്പൂർ ശ്രീ പനയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകളും സഹസ്ര കലശാഭിഷേകവും ക്ഷേത്രത്തിൽ നടന്നുവരുന്നു. തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടി മന ഉണ്ണി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. കഴിഞ്ഞ ദിവസം ബിംബശുദ്ധി കലശപൂജകൾ, ബ്രഹ്മകലശപൂജ, പരികലശപൂജ, ബിംബശുദ്ധി കലശാഭിഷേകം, ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷം അധിവാസ ഹോമം, കലശ അധിവാസം, അത്താഴപൂജ, അനുജ്ഞാ പ്രാർത്ഥന എന്നിവ നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ശ്രീലകത്തേക്ക് എഴുന്നള്ളിക്കൽ, ബ്രഹ്മകലശം അഭിഷേകം, ഉച്ചപൂജ, ശ്രീഭൂതബലി, പ്രസാദഊട്ട്, വൈകിട്ട് ദീപാരാധന, ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഭഗവതി സേവ എന്നിവ ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. ശക്തമായ കാറ്റിലും മഴയിലും സംസ്ഥാനത്ത് 21 വീടുകൾ പൂർണ്ണമായും 586 വീടുകൾ ഭാഗികമായും തകർന്നെന്ന് മന്ത്രി K രാജൻ. പ്രതിസന്ധികൾ നേരിടുന്നവരെ മാറ്റിപ്പാർപ്പിക്കാനായി 4000-ഓളം ക്യാമ്പുകൾ സജ്ജം. നിലവിൽ ഡാമുകളിൽ എവിടെയും പ്രശ്നങ്ങളില്ലെന്നും രാത്രികാലങ്ങളിൽ ഡാമുകൾ തുറക്കില്ലെന്നും മന്ത്രി. കാലവർഷം ശക്തമായതോടെ ഷൊർണൂർ കുളപ്പുള്ളി പാത വീണ്ടും തകർച്ചയിലേക്ക്. മഴ പെയ്താൽ റോഡിലെ ടാർ കുത്തിയൊലിച്ചു പോകുന്ന അവസ്ഥയാണെന്നും നാട്ടുകാർ. ഇരുചക്ര വാഹനക്കാർക്ക് ഭീഷണിയായി റോഡിലെ വലിയ ഗർത്തങ്ങൾ. തൃശൂർ ഷൊർണൂർ പാതയിൽ ചെറുതുരുത്തിയിൽ രൂപപ്പെട്ട ഗർത്തത്തിൽ മൗനം പാലിച്ച് അധികൃതർ. തുടരുന്ന കാലവർഷക്കെടുതി. കോട്ടായിയിൽ കിടപ്പ് രോഗിയുടെ ഓടിട്ട വീട് തകർന്നു. അണ്ടത്തുകാട് റോഡിന്റെ ബണ്ട് തകർന്ന് റോഡിന്റെ വശം ഒലിച്ചുപോയി. ഒറ്റപ്പാലം മനശ്ശേരിയിൽ വൻ പുളിമരം കടപുഴകി വീണു. ദമ്പതികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പറളി പതിപ്പാലം വെള്ളത്തിൽ മുങ്ങി. പാലത്തിലൂടെയുള്ള യാത്ര നിരോധിച്ചതോടെ പ്രതിസന്ധിയിലായി നാട്ടുകാർ. ഇരുകരമുട്ടി ഭാരതപ്പുഴ. ജാഗ്രത വേണമെന്ന് അധികൃതർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.